കുളിരുന്നു പുഴ തണുക്കുന്നു. കുളിര് കോരുന്നു കേരള കൗമുദിക്ക്. കുളിര് കോരുന്നത് എന്താണെന്നറിയോ? ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയോട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അമേരിക്ക നമ്മുടെ മോഡിജിയെ വല്ലാതെ സത്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനോട് അങ്ങനെയല്ല. ഇസ്രായേലിനോട് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്പമൊക്കെ ഗർവോടെ അമേരിക്കയോട് എതിർത്ത് വാർത്തകൾ ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ തഴുകി തലോടി ചേർത്ത് പിടിച്ച് വാരി പുണരാറുണ്ട്. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എലിപ്പൂടയോ എലിച്ചോരയോ എന്ന് പണ്ട് നമ്മുടെ വി ഡി രാജപ്പൻ സാറ് ഏതോ കോമഡി കഥാപ്രസംഗത്തിൽ പറഞ്ഞതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ വാരിപ്പുണരൽ. ആ വാരിപ്പുണരുന്ന പട്ടികയിലാണ് കേരള കൗമുദി ഒരു കാര്യം വാരിപ്പുണർന്നിരിക്കുന്നത്. എന്താ സംഗതി എന്നറിയോ? ഇറാൻ പരമോന്നത നേതാവ്, ഇപ്പോഴത്തെ നേതാവ്, അദ്ദേഹം സ്വവർഗാനുരാഗിയാണ് എന്ന് ഇസ്രയേലി ഏജൻസികളും മൊസദും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കണ്ട് ഇവൻ എന്തൊരു മനുഷ്യനടാ എന്ന് പറഞ്ഞ് ട്രംപ് കുലുങ്ങി 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 ചിരിച്ചെന്ന്. പണ്ട് ഈദി അമീനെ മനുഷ്യൻ്റെ ശവശരീരം തിന്നുന്ന ഒരാളാക്കി മാറ്റിയ ഈ പാശ്ചാത്യത്തിൻ്റെ നുണലോകമുണ്ട്. നുണലോകം എന്ന് പറഞ്ഞാൽ പരമവൃത്തികേട്. നമ്മൾ സാറിന് നാട്ടിൽ പറയൂലേ, അതായത് തുപ്പി തോൽപ്പിക്കുക എന്ന് പറയുന്നത് പോലെ, തോറ്റില്ലെങ്കിൽ പിന്നെ തുപ്പി തോൽപ്പിക്കുക എന്ന് പറയുന്നത് പോലെയാണ് പണ്ട് ഇവരെ ചെറുത്ത് നിന്ന ഈദി അമീനെ എന്ന് പറഞ്ഞാൽ ഉഗാണ്ടയിലേക്ക് പണ്ട് ഇവിടുന്ന് വിമാനം ഇസ്രയേലിൻ്റെ തട്ടിക്കൊണ്ടുപോയി ഫലസ്തീനികൾ ഉഗാണ്ടയിൽ ഇറക്കിയിരുന്നു. അന്നവിടെ ഈദി അമീനായിരുന്നു അവിടുത്തെ ഭരണാധികാരി. അവർ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ അവരത്രയും എതിർത്തില്ല ഇവരെ. ആ വിമാനമൊക്കെ അവിടുന്ന് മോചിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത്, അന്നുണ്ടാക്കിയ കഥയാണ് മനുഷ്യനെ തിന്നുന്ന ഈദി അമീൻ എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും പ്രയോഗിക്കാറുണ്ട്. നമ്മുടെ നവോത്ഥാന സദസ്സിലൊക്കെ സഖാക്കളും ഇത് പ്രയോഗിക്കാറുണ്ട്. അതുപോലൊരു കഥയാണ് ഈ കഥ ഇറക്കി വിട്ടിരിക്കുന്നത്. ആ കഥയിലേക്ക് ഇപ്പോൾ പോകാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഏതാണ്ടൊരു ഫെബ്രുവരി 28 മുതൽ 3-4 ആഴ്ചയായി ഇത് തുടങ്ങിയിട്ട്. ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ മച്ചമ്പിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വി വിൽ വിൻ എന്നായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ വളരെ വന്യമായ കരുത്തോട് ആഞ്ഞടിച്ച് ഇറാനെ ജയിച്ച് തറപറ്റിക്കും എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആഴ്ചയിൽ പറഞ്ഞത് വി വൺ എന്നാണ്, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ആഴ്ചയിലായപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ജയിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ആഴ്ചയായപ്പോഴോ വി വിൽ ബി വിന്നിങ്, ഇതാണ് ഞങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു. വിജയിക്കാൻ വന്നവർ രണ്ടാമത്തെ ആഴ്ചയിൽ വിജയിച്ചവർ മൂന്നാമത്തെ ആഴ്ചയിൽ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു. നാലാമത്തെ ആഴ്ചയിലോ ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ സം ഹെൽപ്പ് ഫ്രം നാറ്റോ രാജ്യങ്ങളെ, ഹേ ചൈന, ഫ്രാൻസ്, ജർമ്മനി, ക്യാൻ യു പ്ലീസ് സെൻഡ് മീ സം വാർഷിപ്സ് ടു ഓപ്പൺ ദി സ്ട്രൈറ്റ് ഓഫ് ഹോമസ്. എന്താണ് വാർഷിപ്പ് അയക്കുമോ തുറക്കാൻ, ജയിക്കാൻ? ജയിച്ചവരാരെങ്കിലും പിന്നെ യാചിക്കുമോ? യുദ്ധം തരുമോ? യുദ്ധവിമാനം അയക്കുമോ? നിങ്ങളൂടെ അടിക്കുമോ? പാവപ്പെട്ട മിഡിൽ ഈസ്റ്റുകാരോട് ചോദിക്കുന്നു, നിങ്ങളൊന്ന് അടിക്കുമോ? നിങ്ങളൂടെ അടിച്ചായിരുന്നെങ്കിൽ നമ്മളൂടെ അടിക്കായിരുന്നു, നമ്മളൂടെ അടിച്ചായിരുന്നെങ്കിൽ നിങ്ങളൂടെ അടിക്കായിരുന്നു. ഇതാണ് സ്ഥിതി. ഈ അടി ഇങ്ങനെ നടക്കുമ്പോൾ ഇനി ഇതുപോലുള്ള നുണവെച്ച കഥകളുമായി ഇങ്ങനെ വരും. സ്വർഗാനുരാഗിയാണ് അയാൾ. അത് കേട്ട് ചിരിക്കുന്ന ആളാരാ? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ എപ്സ്റ്റീൻ ദ്വീപിൽ ചെന്ന് അവരെ എല്ലാം ചെയ്ത് ആ പെണ്ണുങ്ങൾ തന്നെ എവിടേക്കെയോ കടിച്ചു എന്ന് പറയുന്ന കടിയുടെ പാതിയുമായി നമ്മൾ സാധാരണ എന്താ പറയുന്നത്, പട്ടിപ്പാതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് പോലെ കടിച്ചെടുത്തതിൻ്റെ ബാക്കിയും കൊണ്ട് നടന്ന് പിന്നെയും കൺമുന്നിൽ വന്ന എല്ലാവരെയും ഈ പറഞ്ഞ സ്ത്രീലമ്പടനെന്നും അല്ലാതെയും ചാടിപ്പിടിച്ചും ചാടിമറിഞ്ഞുമുള്ള 100 കഥകളുള്ള ഒരു ലോക ആഭാസത്തരം നിറഞ്ഞു നിൽക്കുന്ന ജീവിതമുള്ള ആളാണ് ഇത് കേട്ട് ചിരിക്കുന്നത്. ഇത് കേട്ടപ്പം ട്രംപ് മാത്രമല്ല ചിരിച്ചത്, കേരള കൗമുദിയിലുള്ളവരും ചിരിച്ചു. അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടിട്ട്. മുജിത്തബ കാംനയി സ്വർഗാനുരാഗിയാണ്, സഹിക്കുന്നില്ല. എന്നിട്ട് വേറൊരു നറേറ്റീവ് എന്താ? സ്വർഗാനുരാഗികൾക്ക് ഇറാനിൽ സ്ഥാനമില്ല, പെണ്ണുങ്ങൾ തട്ടവിടാതെ നടക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ആണെങ്കിലും പുള്ളി സ്വർഗാനുരാഗിയാണ്. നാണമില്ലല്ലോ. എവിടെയെങ്കിലും പട്ടി വെറ്റ വാർത്ത എഴുതി വിട്, കാണുന്നതിനൊരു അന്തസ്സുണ്ട്. നോട്ടീസ് പേപ്പർ പോലെ ഇപ്പം ഒരു കാലത്ത് പുലിയായിരുന്ന കേരള കൗമുദി ഇപ്പോൾ 1000 നോട്ടീസ് അടിക്കുന്ന ഒരു പത്രം പോലെ ആയിട്ട് ഓൺലൈനിലൂടെ ഇതൊക്കെ തള്ളിവിടുക. കഷ്ടം.